മത്തൻ്റെ ഇലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നാൽ മത്തൻ്റെ ഇലയും പൂവും എല്ലാം കൂടി ചേരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ടേസ്റ്റൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. മത്തന് പിന്നെ നമുക്ക് കടയിൽ നിന്ന് കിട്ടും. പിന്നെ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇതിൻ്റെയൊക്കെ രുചി അപാരം തന്നെയാണ്. അപ്പോൾ നമ്മളെ മത്തൻ്റെ വള്ളിയൊക്കെ ഇപ്പോൾ ഒരുവിധം കായ് നിലച്ച് ഇനി ഏതെങ്കിലും ലക്കിയിൽ ഏതെങ്കിലും കിട്ടിയെങ്കിൽ ആയി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ളതൊക്കെ ഇല നുള്ളാനും പൂ നുള്ളാനൊക്കെ ആയിട്ട് നിർത്തിക്കുകയാണ്. അപ്പോൾ മത്തൻ്റെ വള്ളിയൊക്കെ വലിച്ചിടാനായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള പൂക്കളൊന്നും കായ്ക്കില്ല എന്നുറപ്പാണ്. ഇനിയുള്ളതൊക്കെ കരുത്തില്ലാത്ത പൂക്കളുണ്ടാവുക. കരുത്തില്ലാത്ത പൂക്കളാകുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ആ പൂക്കൾ നമ്മൾ ആ പൂവിൽ തന്നെ പൊട്ടിച്ചിട്ട് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതെങ്കിലും കാര്യമാവും. അപ്പോൾ വള്ളി വലിച്ചിടാനായപ്പോൾ കുറേ ഇലകളൊക്കെ ഉണ്ട് നുള്ളിയെടുക്കുന്നു. അതിൻ്റെ കൂടെ മത്തൻ്റെ പൂവുണ്ട്, കായ പിടിക്കാൻ പറ്റുന്ന പൂവുണ്ട്. എന്നാൽ അതൊന്നും നിർത്തിയാൽ കൊഴിഞ്ഞു പോകുന്നല്ല, കായ പിടിക്കില്ല. അപ്പോൾ അതെല്ലാം നുള്ളിയെടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ്. മത്തൻ്റെ വിത്തില്ലാത്തത് കൊണ്ട് ഒരു പരീക്ഷണമാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ പടുവിള എന്നൊക്കെ പറഞ്ഞിട്ട് മുളച്ച് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. ഇവിടെ നിന്ന് ഇടവേരുള്ളൊരു വള്ളി എടുത്തിട്ട് നമ്മളെ കുരുമുളക് വള്ളി ചുറ്റുന്ന പോലെ ചുറ്റി അതിൻ്റെ മേലെ മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞൊരു കേടില്ല. നോക്കാം, വളരുമെന്ന് നോക്കാം. വളർന്നാൽ ഇലയെങ്കിലും കിട്ടുമല്ലോ. പാഴ്വേല എന്ന് പറയാൻ പറ്റില്ല. വളർന്നു വരുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഏതായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളതൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഉപയോഗിക്കാം. ഇലയാണെങ്കിൽ ഇല, പൂവാണെങ്കിൽ പൂവ്, മത്തനാണെങ്കിൽ മത്തൻ. അപ്പോൾ നമുക്ക് സ്ഥലം സൗകര്യം ഇല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലെങ്കിലും നട്ടു നോക്കുക. ഇതിൻ്റെയൊക്കെ രുചി അറിയണ്ടേ? കാരണം ഇതൊന്നും വാങ്ങി കഴിക്കാൻ കിട്ടാത്തതൊന്നല്ലേ. പിന്നെ ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്. നമ്മൾ ജീവിതത്തിലൊക്കെ കഴിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇലയും പൂവൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് ഒഴിവാക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി ഒന്ന് കടുക് പൊട്ടിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണ്ട എന്നുള്ള. അപ്പോൾ വീട്ടിലുണ്ടെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കി. അത്രയൊക്കെയാണ് പറയാനുള്ളത്. പത്തനിക്കായ 10 ചായ